കൂട്ടുകാരെ, ഞാൻ ഇന്ന് പീക്കുനും വാവയ്ക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞു കഥ പറയാം. ആനയും ഉറുമ്പും. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് കേൾക്കണം. കുഞ്ഞുമക്കൾക്ക് ആ കഥ പറഞ്ഞു കൊടുക്കണം. അതിലെ ഗുണപാഠം, ആ കഥയിലുള്ള കുഞ്ഞു കുഞ്ഞു ഗുണപാഠങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. ഇവിടെ രണ്ടുപേരും ഉറക്കാൻ കിടത്തുമ്പം ഒരു കഥയൊന്നും പറഞ്ഞാൽ ഉറങ്ങത്തില്ല. ഉറക്കാൻ കിടത്തുമ്പം കഥ പറയുന്ന ഇഷ്ടമാണ്. ഒരാൾക്ക് കഥ കേട്ട ഒന്നും മനസ്സിലാകുകയില്ലെങ്കിലും ഇങ്ങനെ മൂളും. മോൾക്ക് മനസ്സിലാകും. അവൾ പിന്നെ കഥ കേൾക്കുമ്പം തന്നെ അതിനകത്തെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും. അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ അവൾ ഇമിറ്റേറ്റ് ചെയ്യും. മൃഗങ്ങളുടെയൊക്കെ പറയുമ്പം ആന എന്ന് പറയുമ്പോഴേ പറയും, ആന എലഫൻ്റാണ്, അത് എന്നാ കാറുന്ന തുമ്പിക്കയൊക്കെ പൂക്കുന്ന പോലെയൊക്കെ കൈ കാണിക്കും. അപ്പോൾ അങ്ങനെ പിള്ളേർക്ക് പിന്നെ അത് മനസ്സിലാകും കഥ പറഞ്ഞു കൊടുക്കും. ഞാനിന്ന് പറയുന്ന കഥ ആനയുടെയും ഉറുമ്പിൻ്റെയും കഥയാണ്. ഒരു വലിയ കാട്ടിൽ ഒരു അഹങ്കാരിയായ ഒരു ആനയുണ്ടായിരുന്നു. ഒറ്റ മൃഗത്തിനെയും ഈ ആനയ്ക്ക് പേടിയില്ല. എന്നാൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ആനയെ പേടിച്ചാണ് അവിടെ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ ആന നോക്കുമ്പം ഒരു ഉറുമ്പ് പതുക്കെ നടന്നു വരും. ദൂരേന്ന് നടന്നു വരികയാണ് കേട്ടോ. ഉറുമ്പ് വരുന്നത് വളരെ പതുക്കല്ലേ. അപ്പോൾ അത് വന്നു. ഉറുമ്പ് വരുന്നത് കണ്ടപ്പോൾ നോക്കുമ്പം അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് ലഡു ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ആന പറഞ്ഞു, ഇവന് എന്നെ കണ്ടിട്ട് ഒരു പേടിയില്ലാതെയാണല്ലോ വരുന്നത്. വരുന്നത് നോക്കിക്കേ. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ എന്നെ കണ്ടിട്ട് ഓടി ഒളിച്ചു. ഇവന് മാത്രം ഒരു പേടിയില്ല. ഇവൻ കണ്ടില്ലേ വരുന്ന വരവ് നോക്കിക്കേന്ന്. ഉടനെ ആന പറഞ്ഞു, നില്ല നീ എങ്ങോട്ടാ? ഒരു ലഡുവൊക്കെ പിടിച്ചോണ്ട് എങ്ങോട്ടാ? പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കൂട്ടരൊക്കെ എൻ്റെ ഈ ഭക്ഷണം നോക്കി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആന പറഞ്ഞു, ബാക്കി എല്ലാ മൃഗങ്ങൾക്കും എന്നെ പേടിയുണ്ട്, നിനക്കെന്നെ എന്നെ പേടിയില്ലാത്തതെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാണ് നിന്നെ പേടിക്കുന്നത്? നീയും എന്നെപ്പോലെ ഒരു മൃഗമല്ലേ, പിന്നെ നിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ ജോലിയെടുത്ത് ജീവിക്കുന്നു, നീയും ജോലിയെടുത്ത് ജീവിക്കുന്നു. ഭക്ഷണത്തിനുള്ളത് അവനോൻ തന്നെ തേടിക്കൊണ്ട് വരുന്നു. അതിൽ നിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ആനയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇത്രയും വലിയ എന്നെ ഈ കുഞ്ഞു ഉറുമ്പുമായിട്ട് ഉപമിച്ചു. നിന്നെ ഞാൻ വെച്ചേക്കത്തില്ലടാ. ഞാൻ ഇത്രയും വലിയൊരു മൃഗമല്ലേ, നീ എന്തോരെയുണ്ട്, ഒരു കുഞ്ഞു കടുക് പോലെയുള്ളൂ, എന്നാലും നിൻ്റെ അഹങ്കാരം. എന്നൊരു ഉറുമ്പ് പറഞ്ഞു, ഇല്ല, എനിക്ക് നിന്നെ പേടിയേ ഇല്ല. കാരണം ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നെ പേടിക്കേണ്ട കാര്യവുമില്ല. അപ്പോഴേക്കും ആനയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ആന കാല് വെച്ച് തട്ടി ആ ലഡു താഴെയിട്ടു. എന്നിട്ടത് പൊട്ടിച്ച് കളഞ്ഞു. അന്നേരത്തേനും ഉറുമ്പിനങ്ങ് സങ്കടം വന്നു. ഉറുമ്പ് പറഞ്ഞു, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണിത് ഈ ലഡു സമ്പാദിച്ചത്. ഇത് കൊണ്ടിരുന്ന് കാത്ത് എൻ്റെ വീട്ടിലുള്ള ആളുകളൊക്കെ ഇരിക്കുകയാണ്. ഇന്ന് ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ എൻ്റെ അധ്വാനമാണ് ഈ ലഡു. നീ അത് നശിപ്പിച്ച് കളഞ്ഞില്ലേ? മര്യാദയ്ക്ക്. അപ്പോൾ ആന പറയാം, മര്യാദയ്ക്ക് ഇരുന്നോണം, അല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഇപ്പം ലഡു കളഞ്ഞുള്ളൂ, ഇനി നിന്നെയും കൂടെ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി പൊട്ടിക്കുന്നു. ഉറുമ്പിനങ്ങ് സങ്കടവും ദേഷ്യമെല്ലാം. അന്നാ നിന്നെ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഉറുമ്പ് ചാടി ആനയുടെ കാലേ കയറി. അവിടെ നിന്നത് പതുക്കെ കയറി ചെവിക്കകത്തോട്ട് കയറി അങ്ങ് കടിച്ചു ആനയുടെ. ആന കിടന്ന് കാറാൻ തുടങ്ങി. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഞാൻ ഇനിയൊന്നും ഉപദ്രവിക്കത്തില്ലേ, എൻ്റെ അറിവില്ലായ്മയാണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു ഉറുമ്പ് ആന കിടന്ന് കരയാൻ തുടങ്ങി. അന്നേരത്തേനും ഉറുമ്പ് ചോദിച്ചു, ഇനി മേലാൽ നീ ആരെയെങ്കിലും ഇതുപോലെയുള്ള അഹങ്കാര വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുമോ, എന്തെങ്കിലും ചെയ്യുമോ? ഇല്ലേ, ഞാൻ ആരെയും ഒന്നും ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞു. പതുക്കെ ഉറുമ്പ് അവിടുന്ന് ഇറങ്ങി മാറിക്കൊടുത്തു, ഇറങ്ങിപ്പോയി. ആന ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. എന്താ ഇതിൻ്റെ ഗുണപാഠം? എല്ലാവരും സമന്മാരാണ് അല്ലേ? എല്ലാവരും സമന്മാരാണ്. ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. എല്ലാവരെയും നമ്മുടെ കൂട്ടുകാരെയെല്ലാം ഒരുപോലെ കാണണം. ഇതാണ് ഈ കഥയിലെ ഗുണപാഠം.